അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു കുബൂരി പുരോഹിതന്റെ പ്രഭാഷണം കേട്ടു. AP സമസ്തയിൽ നിന്ന് വലിച്ചു പുറത്തേക്കെറിഞ്ഞ, ഇപ്പോൾ മശായിഖന്മാരുടെ ആശീർവാദത്തോടെ കേരളക്കരയിൽ ഫിത്നയുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട, പാവപ്പെട്ട പാമര ജനതയെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി കൂലിത്തൊഴിലായി ഇറങ്ങി പുറപ്പെട്ട ഒരു പുരോഹിതന്റെ സംസാരം. ശിർക്കും കുഫറും കലർന്ന വിശ്വാസം സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായി ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സലഫി ഉലമാക്കൾ സംസാരിക്കാറുണ്ട്. പ്രബോധകർ ദഅവത്തുമായി രംഗത്ത് വരാറുണ്ട്. ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കുബൂരി പുരോഹിതന്മാർ ഇന്ന് ഈ നിമിഷം വരെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെയോ പ്രബോധകന്മാരുടെയോ പേരിൽ അവരാരോപിച്ച ഒരു ആരോപണവും തെളിയിക്കപ്പെട്ടിട്ട് പോലുമില്ല. എന്നാലും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അവർ അത് മനഃപ്പാടമാക്കിയത് ഇങ്ങനെ ഉരുവിടുന്നത് പോലെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ഒരു സംസാരമാണ് ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാനിടയായത്. സഖാഫി ബിരുദം നേടിയ ആ പുരോഹിതനെ അവരുടെ പഴയ ചങ്ങാതിമാർ ഇപ്പോൾ വിളിക്കുന്നത് തെറിയൂർ എന്നാണ്. ഈ തെറിയൂർ സഖാഫി എന്നറിയപ്പെടുന്ന തൊഴിയൂർ സഖാഫിയുടെ വായിൽ നിന്ന് വരുന്ന പച്ചത്തോന്നിവാസം മുജാഹിദുകളുടെ പേരിൽ ആരോപിക്കുകയാണ് ISIS-ഉമായി ബന്ധമുണ്ട് എന്ന്, പ്രവാചകൻ വെറും സാധാരണ മനുഷ്യനാണെന്ന് വാദിക്കുന്നവരാണ് എന്ന്. ഇതൊക്കെ കുറെ കാലങ്ങളായി ഇവരുടെ പുരോഹിത വർഗം സമൂഹത്തിന്റെ മുന്നിൽ ഒരു തെളിവുമില്ലാതെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് പാമര ജനതയെ പറഞ്ഞ് പറ്റിച്ച കാര്യങ്ങളാണ്. പക്ഷേ അതിനൊന്നും ആയുസ് ഉണ്ടായിട്ടില്ല. പഴകിപ്പുളിച്ച ആരോപണം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നതിനപ്പുറം ഇതിലൊന്നും യാതൊരു സത്യസന്ധതയും ഇല്ല എന്ന് കേരളക്കരയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടും കള്ളത്തരം പറയാൻ ഇഹ്റാം കെട്ടി പുറപ്പെട്ട തലയ്ക്കെട്ട് കെട്ടിയ മൊല്ലാക്കമാർ കേരളക്കരയിൽ ആകമാനം വിസർജിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഈ സ്നേഹത്തിന്റെ ശത്രുക്കളായ വഹാബികൾ മടവൂർ ശൈഖുന പഠിപ്പിച്ച, മമ്പുറം തങ്ങളുപ്പാപ്പ പഠിപ്പിച്ച, വടകര നൂറ് പഠിപ്പിച്ച ആ സ്നേഹത്തിന്റെ വഴികളിൽ നിന്ന് സമൂഹത്തിന്റെ മനതലങ്ങളെ മാറ്റി പാവപ്പെട്ട ഒന്നും അറിയാത്ത മുസ്ലിം ചെറുപ്പക്കാരെ ആഗോള ഭീകര പ്രസ്ഥാനമാകുന്ന ISIS-ലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തു വഹാബികൾ. ഈ പറഞ്ഞത് തെളിയിക്കാൻ ഈ കുബൂരിയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. പടന്ന എന്ന് പറയുന്ന പ്രദേശത്തടുത്തുള്ള സ്ഥലത്താണ് ഞാൻ. പടനയിൽ നിന്ന് ചില ചെറുപ്പക്കാർ പോയിട്ടുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ അവിടെയുള്ള കേരള നെതുവത്തുൽ മുജാഹിദീന്റെ പള്ളിയിൽ നിന്ന് അനീഫ് മൗലവി എന്ന് പേരുള്ള ഒരു മൗലവിയെ അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുമായി യാതൊരു രീതിയിലെ ബന്ധവുമില്ല എന്ന് കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതാണ്. പലരെയും അന്വേഷിച്ചിട്ടുണ്ട്. അവരുമായൊന്നും കേരള നെതുവത്തുൽ മുജാഹിദുമായോ അതല്ലെങ്കിൽ മർക്കസുദ്ദഅവയുമായോ അതല്ലെങ്കിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനുമായോ യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല എന്ന് കൃത്യമായി കേരളക്കരയിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം. പക്ഷെ എന്നിട്ടും ആരോപിക്കുകയാണ് ഇതിനൊക്കെ റിക്രൂട്ട്മെന്റ് ചെയ്തത് സലഫികളാണ് എന്ന്, ഇവിടെയുള്ള മുജാഹിദുകളാണ് എന്ന്. പാച്ചത്തോന്നിവാസമാണ് ഇവൻ പറയുന്നത്. ഇവനെ പോലെയുള്ള മുസ്ലിയാക്കന്മാരോട് പറയാനുള്ളത് എന്താണ് എന്ന് ഇവൻ തന്നെ പറഞ്ഞു തരും. അല്ലാഹുവിന്റെ ദീന് ഹഖായി പറഞ്ഞ ആളുകളെയും ആ ശരിയായ ദീനിന്റെ വാഹകരെയും ആരെയൊക്കെ നിങ്ങൾ ഇവിടെ വ്യാജന്മാരാക്കിയിട്ടുണ്ടോ, കള്ളന്മാരാക്കിയിട്ടുണ്ടോ, ആ പണി ഇവിടെ കേരളത്തിൽ നടക്കൂല. അതെ, നടക്കൂല. ഇനി ഇത് കുറെ കാലമായി നിന്നെ പോലെയുള്ള തലയ്ക്കെട്ടിട്ട് മൊല്ലാക്കമാർ പാവപ്പെട്ട ജനങ്ങളെ പലതും പറഞ്ഞു പറ്റിക്കുന്നത്. കേരളത്തിലുള്ള 3 സംഘടനകൾ, ആ 3 സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും പണ്ഡിതന്മാർ അവരുടെ പ്രഭാഷണത്തിലോ അവരുടെ ലേഖനത്തിലോ ISIS പോലെയുള്ള തമ്മാടിക്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് വല്ല ലേഖനവും എഴുതിയിട്ടുണ്ടെങ്കിൽ, അവർ വല്ല പ്രഭാഷണവും നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിക്ക്, എന്നിട്ട് നീ സംസാരിക്ക്. അതല്ലാതെ പച്ച നുണ പറയല്ല വേണ്ടത്. നിന്റെ ഒന്നും കള്ളത്തരം ഇനി കേരളത്തിന്റെ മണ്ണിൽ വില പോകില്ല. കേരളത്തിന്റെ മുക്കുമൂലകളിൽ ISIS എന്ന് പറയുന്ന തമ്മാടിക്കൂട്ടത്തിനെതിരെ ലഘുലേഖ ഇറക്കി വീടാന്തരം കയറിയിറങ്ങിയവർ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകരാണ്, സലഫി പ്രബോധകരാണ്. ആ പ്രബോധനം നടത്തുന്ന പണ്ഡിതന്മാർക്കെതിരെ, പ്രബോധകർക്കെതിരെയാണ് ഈ പറയുന്ന തെറിയൂർ സഖാഫിയെ പോലെയുള്ള കുബൂരി പുരോഹിതന്മാർ പച്ച നുണ പറഞ്ഞ് രംഗത്ത് വരുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ ആഗോള തീവ്രവാദ സംഘടനയുമായി ആർക്കാണ് ബന്ധമുള്ളത് എന്ന്, അവർക്ക് വേണ്ടി ലേഖനങ്ങൾ എഴുതിയത് ആരാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന സെൻസിങ് എന്ന് പറയുന്ന പുസ്തകമാണ്. എന്താണ് അതിൽ എഴുതുന്നത്? ഉസാമ ബിൻ ലാദനെ കുറിച്ചാണ് എഴുതി വെച്ചിരുന്നത്. ഈ സെൻസിങ് ആരതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കനൽപദങ്ങളിലെ സിംഹം, മനസ്സിലായല്ലോ, കനൽപദങ്ങളിലെ സിംഹം. എന്നിട്ട് എന്താണ് എഴുതി വെച്ചിരുന്നത്? ഗാംഭീര്യമുറ്റിയ ശിരസ്, തലയിൽ പാണ്ഡിത്യത്തിന്റെ പ്രതീകമായ വാലൻ തലപ്പാവ്, നീണ്ട താടി, ചുണ്ടിൽ എളിമയുടെ പുഞ്ചിരി, ഒരേ സമയം ശത്രുക്കളെയും മിത്രങ്ങളെയും വേണ്ടതുപോലെ ഉൾക്കൊള്ളാനുള്ള മനസ്സ്. ആരെക്കുറിച്ച്? ഉസാമ ബിൻ ലാദനെ കുറിച്ച് എഴുതി വെച്ചതാണ്. പലതും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായി വായിക്കാൻ നമ്മളെ സമയം പോകും. കുറെ സാധനങ്ങൾ ഇവന്റെ നേരത്തെ പറഞ്ഞല്ലോ,
ആരാ? ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച്. അയാളൊക്കെ പച്ച വർഗീയവാദിയാണ് എന്നുള്ള ലേഖനമൊക്കെ വായിക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ചു തരാൻ തന്നെയാണ് തീരുമാനം. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. അതിന്റെ ഈ പറയുന്ന ഇതിന്റെ തന്നെ തൊട്ട് താഴെ ഭാഗത്ത് എന്താണ് എഴുതിയിട്ടുള്ളത്? ഇവിടെയാണ് ഒരു വിപ്ലവകാരിയുടെ കഥ ആരംഭിക്കുന്നത്. ഉസാമ ബിൻ ലാദൻ വിപ്ലവകാരിയാണല്ലേ? കാരുണ്യ പ്രവർത്തനത്തിനിറങ്ങി പ്രതിരോധത്തിന്റെ മാർഗം സ്വീകരിക്കാൻ നിർബന്ധിതനായ ഒരു വിശ്വാസിയുടെ കഥ. മിഷണറി പ്രവർത്തനത്തിന് തലവേദന സൃഷ്ടിക്കുകയും അങ്കിൾ സാമിന്റെ ഉറക്കം കെടുത്തുകയും ചെയ്ത വിപ്ലവകാരിയുടെ ധീരതയുടെ കഥ. ആരെക്കുറിച്ച്? ഉസാമ ബിൻ ലാദൻ. കാന്തപുരം ഉസ്താദിന് ശിഷ്യനാണെന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, ഒരു ഇന്റർനാഷണൽ വേസ്റ്റ് ഉണ്ടല്ലോ, ആരിഫ് ഹുസൈൻ തെരുവത്ത്. അവൻ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ടല്ലോ, അവന്റെ മഹലിൽ ഉസാമ ബിൻ ലാദന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ പോലെയുള്ള ആളുകൾക്ക് ഇതൊക്കെ തെളിവായി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. കുബൂരി ഈ രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത പേജിൽ എന്താണ് പറയുന്നത്? കുറെ ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആത്മീയതയിലേക്ക് മക്ക മദീന പുണ്യ മസ്ജിദുകളുടെ കൺസ്ട്രക്ഷൻ പ്രവർത്തനം ഉസാമയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് വായിച്ചു നോക്കൂ. നിരവധി കാര്യങ്ങൾ ഇവരുടെ സെൻസിങ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് ഇവരൊക്കെ അന്ന് ആ കൂടാരത്തിൽ തന്നെ ആയിരുന്നല്ലോ. ഇവരൊന്നും കയ്യൊഴിയാൻ പറ്റില്ലല്ലോ. ഇനിയും ഒരുപാട് ലേഖനങ്ങൾ ഇതുപോലെയുണ്ട്. അൽ ഇർഫാദ് മാസികയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എന്താണ് ഇതിൽ പറയുന്നത്? ഉസാമ ബിൻ ലാദനെ കുറിച്ച് തന്നെയാണ്. ഉസാമ ബിൻ ലാദൻ ആരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉസാമയെ വെളുപ്പിക്കുകയാണ്. നിങ്ങളുടെ ചരിത്ര ഗവേഷകൻ ഉണ്ടല്ലോ, ചരിത്രകാരൻ, അയാളാണ് എഴുതിയത്. ഹുസൈൻ രണ്ടത്താണി. എന്താണ് എഴുതുന്നത്? ഉസാമ ബിൻ ലാദൻ തന്നെയാണ് ലോകത്ത് ഇന്ന് ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തി. ചിലർക്ക് അദ്ദേഹം ശത്രുവാണ്, ചിലർക്ക് അദ്ദേഹം നായകനും. അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികൾ ഉസാമയെ കൊടും ഭീകരനായി മുദ്രകുത്തുന്നു. അതേസമയം സാമ്രാജ്യത്വ വിരുദ്ധർക്ക് അദ്ദേഹം ആരാധ്യനുമാണ്. മുസ്ലിം ബഹുജനം ഉസാമയിൽ തങ്ങളുടെ രക്ഷകനെ തേടുകയാണ്. മുസ്ലിം സമുദായം ഉസാമയിൽ രക്ഷകനെ തേടുകയാണ് എന്നൊക്കെയാണ് നിങ്ങളുടെ ചരിത്രകാരൻ എഴുതി വെച്ചിട്ടുള്ളത്. ഇനിയും ആ ലേഖനത്തിൽ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ വീഡിയോ ലെങ്ത് കൂടണ്ട എന്നത് കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണിക്കാനുള്ളത് കൊണ്ടും ഞാൻ അടുത്തതിലേക്ക് കടക്കുകയാണ്. സ്നേഹത്തിന്റെ ശത്രുക്കൾ അവർ മശായിഖന്മാരെ പ്രതിപക്ഷത്താ. അപ്പൊ അവർ കരുണക്ക് പകരം ക്രൗര്യമാണ് ഇവിടെ സമ്മാനിച്ചത്. സെലഫികൾ ഇവിടെ കരുണക്ക് പകരം ക്രൗര്യമാണ് സമ്മാനിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ പച്ച വർഗീയതയും തോന്നിവാസവും പറഞ്ഞു വെച്ചവർ ഈ പുരോഹിത വർഗമാണ്. അതുപോലെ തന്നെ ആഗോള തീവ്രവാദത്തിന് എല്ലാവിധ ആശംസകളും അല്ലെങ്കിൽ അവരൊക്കെ വെള്ളപൂശുന്ന രീതിയിൽ ലേഖനങ്ങൾ എഴുതി വെച്ചവർ ഈ കുബൂരി പുരോഹിതന്മാരാണ്. എന്നിട്ട് പറയുകയാണ് മുജാഹിദുകളാണ് ഇവിടെ വലിയ ക്രൂരന്മാർ, വർഗീയവാദികൾ, തീവ്രവാദികൾ, ISISന്റെ ആളുകൾ എന്നൊക്കെ. ഈ കള്ളപ്രചരണത്തിന് തലയിക്കെട്ടും കെട്ടി ഇറങ്ങി പുറപ്പെട്ട മുസ്ലിയാക്കന്മാർ പ്രായഭേദമന്യാണ്. അതിൽ പ്രായമുള്ളവരും കണക്കന്നെയാണ്, ചെറുപ്പക്കാരും കണക്കനാണ്. കളവ് പറയാൻ വേണ്ടി ഇഹ്റാം കെട്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ തലയിൽ കെട്ടിയ മൊല്ലാക്കന്മാർ കളവ് പറയാൻ ഇഹ്റാം കെട്ടി പുറപ്പെട്ടിരിക്കുകയാണ് എന്ന് ഇതേ തെറിയൂർ സഖാഫിയുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. പച്ച നോണ വിളിച്ചു പറയാം. നോണ അതിന് പ്രായമുള്ളവരും കണക്കാണ്, ചെറുപ്പക്കാരും കണക്കാര്, കുല്ലുഹും മജ്മഉൻ നോണ പറയാനായിട്ട് ഇഹ്റാം കെട്ടി ഇറങ്ങിക്കുന്നു. ഈ രീതിയിൽ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. എന്ത് തോന്നിവാസവും പറയാം, എന്ത് കള്ളത്തരവും പറയാം, ഒരു മടിയുമില്ല. ഇതില് മരിക്കണമെന്ന ചിന്ത അത് വേണ്ടേ? മരിക്കണമെന്ന ചിന്ത വേണ്ട ഇവർക്ക്. ഞാൻ അങ്ങനെ ചിന്തിച്ച് പടച്ചോനെ, ഈ കാക്കാക്ക് മരണത്തെ കുറിച്ച് യാതൊരു ബോധമല്ലേ? ചെറുപ്പക്കാരാണ്, മരണത്തിന് ഇപ്പൊ പ്രായമൊന്നും പ്രശ്നമല്ല. അതന്നെ ഞാനും ചിന്തിക്കുന്നത്. ഈ തെറിയൂർ സഖാഫിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാർക്ക് മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് അങ്ങനത്തെ ഒരു ചിന്ത തന്നെ ഇല്ലേ? ഈ രീതിയിൽ എതിരാളികളെ പച്ച കളവുകൾ പറഞ്ഞ് നേരിടുമ്പോൾ ഇനി സഹോദരങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഈ രീതിയിൽ വർഗീയതയും ഭീകര പ്രവർത്തനങ്ങളും നടത്തിയത് ആരാണ്? കേരള ചരിത്രം അറിയുന്ന ആളുകളാണല്ലോ നമ്മളെല്ലാം. ഇവരുടെ പുരോഹിതന്മാർ തന്നെ പലതും പറഞ്ഞു വെച്ചിട്ടില്ലേ? ഇവിടെ നേരത്തെ ഇവൻ പറഞ്ഞത് ആരാണ്? മടവൂർ ശൈഖുന പഠിപ്പിച്ച, മമ്പുറം തങ്ങളുപ്പാപ്പ പഠിപ്പിച്ച, വടകര നൂറ് പഠിപ്പിച്ച ആ സ്നേഹത്തിന്റെ വഴികളിൽ നിന്ന് സമൂഹത്തിന്റെ മനതലങ്ങളെ മാറ്റി ഇവരുടെ വലിയ ഷെയ്ഖായ, ലോകം തന്നെ നിയന്ത്രിക്കുന്നു, അന മുദബ്ബിറുല്ലാലം, അന കുത്തുബുല്ലാലം, അന അല്ലാ എന്നിവരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മാലിക്കുൽ മുലൂക്കൊക്കെയാണ് ആര്? ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ, മാനസിക രോഗി. ഇവരുടെ ഈ മജ്ദൂബായ ഷെയ്ഖ് ഉണ്ടല്ലോ, ഈ പ്രാന്തനായ ഷെയ്ഖ്, ഈ പ്രാന്തനായ ഷെയ്ഖ് പറഞ്ഞ പച്ച വർഗീയത. പേരോട് ഉസ്താദ് ഉപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് മഹാനായ ശൈഖുന ഖുതുബുൽ ആലമിന്റെ അടുക്കൽ വന്നപ്പോ കാഫിർ ചികിത്സിക്കണ്ടെന്നാണ് മറുപടി പറഞ്ഞത്.
ഒരു മുസ്ലിമിന്റെ പേര്, ഡോക്ടറുടെ പേര് പറഞ്ഞപ്പോൾ ശൈഖുന പറയുകയാണ് അവൻ വഹാബിയാണ്, അവൻ മൂമിനല്ല കാഫിറാണ്. ഇയാളുടെ നാവിന്റെ പ്രസ്താവനയാണ്. പേരോടിന്റെ ഫാദറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അവിടെ പറയുന്നത് എന്താണ്? വഹാബിയായ ഒരു ഡോക്ടറുടെ അടുത്തേക്കാണ് പിതാവിനെ ചികിത്സക്ക് കൊണ്ടുപോയത്. അതുമായി ബന്ധപ്പെട്ട് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ പറഞ്ഞു അത്രേ കാഫറിന്റെ അടുക്കൽ കൊണ്ടുപോയി ചികിത്സിക്കരുത് എന്ന്. അതായത് കാഫറിന്റെ അടുക്കൽ ചികിത്സക്ക് പോകാൻ പാടില്ല, കാഫിറായ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന്. അത് മാത്രവുമല്ല, സെലഫിയായ മനുഷ്യൻ അയാളെ കാഫിർ എന്നാ പറയുന്നത്. ഇനി നമുക്കൊരു പുസ്തകം വായിക്കാം, ഇതേ സി എം മടവൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ. എന്താണ് പുസ്തകം? നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ടോ? സി എം മടവൂര് മായാത്ത മുദ്രകൾ എന്ന് പറയുന്ന പുസ്തകം. എന്താണ് ഇതിൽ പറയുന്നത്? അതിന്റെ 81-ാമത്തെ പേജ്. ഇതിൽ താഴെ ഭാഗത്ത് എന്താണ് പറയുന്നത്? സെയ്ദ് മുഹമ്മദ് നിസാമിയുടെ അനുഭവത്തിൽ നിന്ന്. ഞാൻ തലശ്ശേരിയിലുള്ള ബസ്സിൽ ഇരിക്കുന്നു. കണ്ണട വെച്ച മുടിയുള്ള തലയിൽ ടവ്വല് ചുറ്റിയ ഒരു യുവാവ് എന്റെ സമീപത്ത് നിൽക്കുന്നു. ഫോറിൻ സുഗന്ധം അടിച്ചു വീശുന്ന ശുഭ്രവസ്ത്രധാരിയായ ആ യുവാവ് എന്നോട് ഡ്രൈവർ മുസ്ലിമാണോ എന്ന് ചോദിച്ചു. ഞാൻ അന്വേഷിച്ചു. അല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ബസ്സിൽ നിന്നിറങ്ങി. അല്ല എന്ന് പറഞ്ഞു, അദ്ദേഹം ബസ്സിൽ നിന്നിറങ്ങി. സി എം ഒരു ബസ്സിൽ നിന്നിറങ്ങി. ആരെ? മുസ്ലിം അല്ല ഡ്രൈവർ എന്ന് കണ്ടപ്പോൾ, ഒരു കാഫറാണ് ഡ്രൈവർ എന്ന് അറിഞ്ഞപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാ പറയുന്നത്. പച്ച വർഗീയതയല്ലേ? ഒരു അമുസ്ലിം ഡ്രൈവർ ആയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഈ രീതിയിൽ പച്ച വർഗീയത പറഞ്ഞ ആളാണ് ആ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ. ആ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചാണ് സ്നേഹത്തിന്റെ വഴി എന്നൊക്കെ നേരത്തെ വിളിച്ചു പറഞ്ഞത്. മടവൂർ ശൈഖുന പഠിപ്പിച്ച, മമ്പുറം തങ്ങളുപ്പാപ്പ പഠിപ്പിച്ച, വടകര നൂറ് പഠിപ്പിച്ച ആ സ്നേഹത്തിന്റെ വഴികളിൽ നിന്ന് സമൂഹത്തിന്റെ മനതലങ്ങളെ മാറ്റി. മനസ്സിലായി? എന്നെ സ്നേഹത്തിന്റെ വഴിയായത് കണ്ടത്, മനുഷ്യ സൗഹാർദ്ദത്തിന്റെ, മാനവിക സൗഹാർദ്ദത്തിന്റെ വഴിയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഒരു കാഫിറായവൻ ഡ്രൈവർ ആയതുകൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. മുസ്ലിം ആണെങ്കിൽ അവിടെ ഇരിക്കട്ടേനും, മുസ്ലിം ആണെങ്കിൽ ആ ബസ്സിൽ യാത്ര ചെയ്യട്ടേനും. ഇനി ആ പുസ്തകത്തിന്റെ 114-ാമത്തെ പേജിൽ പറയുന്ന കാര്യം കൂടി നമുക്കൊന്ന് വായിക്കാം. കേസും വേണ്ട വിചാരണയും വേണ്ട എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിന് താഴെ റെഡ് ലൈൻ ഇട്ട ഭാഗം. ആക്രമിക്കപ്പെട്ട വ്യക്തി മരണപ്പെട്ടുവെന്ന് മുഖ്യ സാക്ഷിയായിട്ടാണ് വിളിപ്പിച്ചതെന്നും അറിയിച്ചു. ഭീഷണികളും വിരട്ടലുകളും വേണ്ടുവോളം ലഭിച്ചു. യാദൃശ്ചികമായി മറ്റു പലരുടെയും സഹായത്താൽ തൽക്കാലം രക്ഷപ്പെട്ടു. FIR തയ്യാറാക്കിയതിൽ അവന്റെ പേരിൽ കേസുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം വിദേശത്ത് പോവേണ്ട ആവശ്യാർത്ഥം വിസയെല്ലാം ശരിയാക്കി. പക്ഷേ കേസ് പ്രതിബന്ധമായി ഭവിച്ചു. ഉടനെ ഉമ്മയെയും കൂട്ടി ഷെയ്ഖനയുടെ അടുക്കലെത്തി വിവരമറിയിച്ചു. ആരോട്? ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ വിവരമറിയിച്ചു. ഉടനെ ചോദിച്ചു. ആര് ചോദിച്ചു? ഷെയ്ഖുനെ ചോദിച്ചു, ആരാണ് മരിച്ചത്? മുസ്ലിമാണോ കാഫിറാണോ? അപ്പോൾ അവര് പറഞ്ഞു കാഫിറാണ് മരണപ്പെട്ടത് എന്ന്. എന്നാൽ കേസും വേണ്ട വിചാരണയും വേണ്ട എന്ന് ആര് പറഞ്ഞു? ഇവരുടെ സ്നേഹത്തിന്റെ നിറകുടമായ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ പറയുകയാണ്, കാഫിറാണെങ്കിൽ കേസും വേണ്ട വിചാരണയും വേണ്ട. അപ്പോൾ അവർ പറഞ്ഞു വിദേശത്തേക്ക് പോകണം, കേസ് അതിന് വിലക്കാണ്. എന്നാൽ കേസ് കഴിഞ്ഞു പോകാം എന്ന് പറഞ്ഞപ്പോൾ വിസ ശരിയായി, പണവും അടച്ചു, ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കുകയാണ്. കേസുമില്ല വിചാരണയുമില്ല, നിനക്ക് പോകാം. അങ്ങനെ ഗൾഫിൽ പോയി. വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്നപ്പോൾ ആ കേസിന്റെ ഒരു തരിമ്പ് പോലും അവശേഷിക്കുന്നില്ല. ഈ പറയുന്ന കഥയിലൂടെ എന്താണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്? അവൻ മുസ്ലിമാണ് എങ്കിൽ, കൊല്ലപ്പെട്ട ആള് മുസ്ലിമാണെങ്കിൽ കേസും വേണം, എല്ലാ പ്രശ്നവും വേണം. കാഫിറായി എന്നുള്ളത് കൊണ്ട് കേസും വേണ്ട, ഒന്നും വേണ്ട എന്ന് ഇവരുടെ സ്നേഹത്തിന്റെ നിറകുടമായ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു എന്നാ പറഞ്ഞു വെക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ തന്നെ മഹത്വം പറയാൻ എഴുതി വെച്ച മറ്റൊരു പുസ്തകം നമുക്കൊന്ന് വായിക്കാം. മടവൂർ CM വലിയുല്ലാഹി. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന മടവൂർ CM വലിയുല്ലാഹി എന്ന് പറയുന്ന പുസ്തകമാണ്. ഷാഹുൽ ഹമീദ് ബാഖവി ശാന്തപുരം എഴുതിയ പുസ്തകം. അതിലെന്താണ് പറയുന്നത്? അതിന്റെ 70-ാമത്തെ പേജ്. അതിൽ പറയുന്നു, ഈ കാലത്ത് അമുസ്ലിങ്ങളോടും പുത്തനാശയക്കാരോടും ദേഷ്യമായിരുന്നു. തെറിയൂ സഖാഫിയുടെ സ്നേഹത്തിന്റെ നിറകുടമായ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചാ പറയുന്നത്. ആരെഴുതി വെച്ചത്? നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ എഴുതി വെച്ചത്. ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ മഹത്വം പറയാൻ, കറാമത്ത് പറയാൻ, കള്ളക്കഥകൾ പറയാൻ എഴുതി വെച്ച പുസ്തകത്തിലുള്ളതാണ് ഈ വായിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഈ കാലത്ത് അമുസ്ലിങ്ങളോടും പുത്തനാശയക്കാരോടും ദേഷ്യമായിരുന്നു. അത് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അതിനുശേഷവും പറയുന്നുണ്ട്. ഒക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്ക്. തെറിയൊരു സഖാഫി. അതിനുശേഷം മതി മുജാഹിദിന്റെ മെക്കിട്ട് കയറാം. അതിന്റെ തന്നെ 114-ാമത്തെ പേജിൽ എന്താണ് പറയുന്നത്? അത് റെഡ് ലൈൻ ഇട്ട ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കും. ഈ കാലഘട്ടത്തിൽ ഷെയ്ഖുനക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടായി പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഷെയ്ഖുനാക്ക് കാഫറുകളെ തീരെ കണ്ടുകൂടാത്ത ഒരു കാലമായിരുന്നു. അതായത് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ ഒന്നും തീരെ കണ്ടുകൂടാ. അങ്ങനെ ആയിരുന്നു സ്നേഹത്തിന്റെ നിറകുടമായ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന മാനസിക രോഗിക്ക്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും CM മടവൂരിന്റെ ഒക്കെ മഹത്വം പറഞ്ഞു, കുറെ മഹാന്മാരുടെ ഒക്കെ മഹത്വം പറഞ്ഞുകൊണ്ടാണ് സെലഫികളുടെ മെക്കിട്ട് കയറുന്നത് കുബൂരി. കരുണക്ക് പകരം അവർ കൊണ്ടുവന്നത് ക്രൗര്യമാണ്, സ്നേഹത്തിന് പകരം ഭീകരതയാണ്, ഐക്യത്തിന് പകരം അനൈക്യമാണ്, സാഹോദര്യത്തിനും സൗഹൃദത്തിനും പകരം സംഘർഷഭരിതമായ സാഹചര്യമാണ്.
അതാരിൽ നിന്നുണ്ടായതാ? വഹാബിയിൽ നിന്നുണ്ടായതാ. കാരണം അവനും ഇസ്ലാമും തമ്മിൽ ബന്ധമില്ല, അവനും മശായിഖും തമ്മിൽ ബന്ധമില്ല. എന്തൊക്കെയാ പറഞ്ഞു വെച്ചത്? ദീനുമായി ബന്ധമില്ല, മശായിഖന്മാരുമായി ബന്ധമില്ല, ഇവർ ഇസ്ലാം അല്ല. തെറിയൂർ സഖാഫി ഇതാ പിടിച്ചോ, ഇതിന്റെ നേതാക്കന്മാർ തന്നെ എഴുതി വെച്ച പച്ചത്തോതിവാസം. ഇതാ പുസ്തകം വായിച്ചോ, ആധുനിക പ്രശ്നങ്ങൾ ഫിഖിലൂടെ എന്ന പുസ്തകം. അത് ആരെഴുതിയതാണ്? ഹുസൈൻ കാമിലി ഓമാച്ചിപ്പുഴ, നിന്റെ നേതാവ് തന്നെയാണല്ലോ. ഇതിന് അവതാരിക എഴുതിയതാരാണ്? സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ഇതിന്റെ പഴയ ഷെയ്ഖ്, ഔലിയാക്കളെ മുഷാവറയിൽ അംഗമാണ് എന്നൊക്കെയാണല്ലോ പണ്ട് നീയൊക്കെ വിളിച്ചു പറഞ്ഞത്. അതിന്റെ 48ാമത്തെ ഒരു ഹെഡിങ് അമുസ്ലിമും മതവേദിയും. എന്നിട്ട് പറയുകയാണ്, അമുസ്ലിങ്ങൾ നമ്മുടെ വേദിയിൽ പങ്കെടുക്കലും നാം അവരെ പങ്കെടുപ്പിക്കലും കറാഹത്താണ്. നമ്മോട് ഇടകലരാൻ അവർക്ക് നാം അവസരം നൽകരുത്. അപ്പോൾ എന്താ സംഭവിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ ആളുകൾ എഴുതി വെച്ചാണ്. പച്ച വർഗീയത, പച്ചത്തോന്നിവാസം, ഊണിലും ഉറക്കിലും മുസ്ലിം വിരോധം കുത്തിവെച്ച് മുസ്ലിങ്ങളൊക്കെ രാജ്യദ്രോഹികളാണെന്ന് പറയുന്ന ചൂനക്കികളുടെ ചെരുപ്പ് നക്കികളായി അവരുടെ സ്റ്റേജിൽ നിരങ്ങിയവനല്ലേ നീ അടക്കമുള്ള മുസ്ലിയാക്കന്മാർ. എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരുടെ സ്റ്റേജിൽ കയറി നിന്ന് ബാബരി മസ്ജിദ് പൊളിച്ചത് മുസ്ലിം ലീഗ് ആണെന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞില്ലേ? അന്ന് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവരെ കൂടെ ഇല്ലേ? അപ്പൊ മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി പള്ളി പൊളിച്ചില്ലേ? അപ്പൊ ബിജെപിക്കാരല്ല പള്ളി പൊളിച്ചത്. സത്യം മനസ്സിലായോ? നിന്റെ വർഗത്തിൽപ്പെട്ട ഒരു പുരോഹിതൻ നേരത്തെ വായിച്ചതിന്റെ തൊട്ട് ശേഷം പറയുന്നത് എന്താണ്? അവനെ വന്ദിക്കലും സദസ്സിൽ അധ്യക്ഷനാക്കലും ഹറാമാണ്. ഒരു നിലക്കും അവരുമായി സ്നേഹബന്ധം പുലർത്താനോ അവനിലേക്ക് ആകർഷിക്കാനോ പാടില്ല. അവൻ സ്വന്തം പിതാവോ പുത്രനോ ആണെങ്കിലും ശരി, സ്വന്തം പിതാവാണെങ്കിലോ അതല്ലെങ്കിൽ പുത്രനാണെങ്കിലോ അവൻ കാഫിറാണ് എങ്കിൽ ഒരു രീതിയിലും ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് എന്റെ നേതാക്കന്മാർ എഴുതി വെച്ചിട്ടുള്ളത്. പച്ച തോന്നിവാസം, പച്ച വർഗീയത എഴുതി വെച്ചു. എന്നിട്ട് പറയുകയാണ്, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ ഉളുപ്പുണ്ടോ? ഏപി വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഹിന്ദുമതക്കാരെയും മറ്റുള്ളവരെല്ലാം വിട്, മുജാഹിദുകൾ കാഫിറാണ് എന്നൊക്കെ പറഞ്ഞു, ഹിന്ദുമതക്കാരെ കുറിച്ച് ഈ രീതിയിലൊക്കെ പറഞ്ഞു. എന്നാൽ ഇവരുടെ സ്വന്തം മറ്റേ ടീം ഉണ്ടല്ലോ, ഈ സമസ്തക്കാർ. പണ്ട് അരിസ്റ്റക്കുപ്പി എറിഞ്ഞൊരു കഥയുണ്ടല്ലോ, അത് നമുക്കൊന്ന് കേൾക്കാം. അതൊക്കെ ഇടക്കിടക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി. നിങ്ങളറിയോ, 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വെറുതാന്നാ. വെറുതെ പറയുന്നല്ല, 50 എണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ 500-ന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു. ഇവര് വിചാരിച്ചത് ഏത് ആസിറ്റ് വെളുപ്പാന്നാ വിചാരിച്ചത്. എന്റെ ഒപ്പം 10 ഒന്നായിട്ടാണ് കൂടി. രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്കേണ്ടായിരുന്നു. 10 കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചു. എനിക്ക് ആദിക്കണ ധാരണ, നമ്മളിപ്പോ രാത്രി ഇറങ്ങിയെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ. വെറുതെ എന്തായാലും നടക്കൂല. ഞാനപ്പോ അതിന് മുൻകരുതൽ എന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടു വിളിച്ചിട്ട് അരിയെ തിരികെ. ഈ അരിഷ്ട കുപ്പി ഇവരെന്റെ പിന്നാലെ 10 ഒന്നിച്ചു കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ട കുപ്പി കൊണ്ട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിൽ കിടന്നിട്ട് ചിലി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടിവെപ്പുണ്ടായി. അങ്ങനെ പാഞ്ഞ് തടിയപ്പിയിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന്, സ്ഥലമൊന്നും ഇപ്പൊ പറയില്ല. ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടർ കൊടി കെട്ടുന്നുണ്ട്. ഓരോട് പറഞ്ഞു, അവിടെ കോളേജിന്റെ അടുത്ത് നിങ്ങൾ കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട്. ഇവര് പോയിട്ട് നിരത്തിയാണ്ട് വലിച്ചു. ഒരു വിഭാഗത്തിനോടുള്ള ശത്രുത മറ്റൊരു വിഭാഗത്തിന്റെ ഇടയിൽ പോയി ഫിത്ന പറഞ്ഞുകൊണ്ട്, കളവുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർക്ക് എതിരാളികളായിട്ടുള്ള ആളുകളെ തല്ലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പച്ചത്തോന്നിവാസമല്ലേ? ഒരു മുസ്ലിമിന് പാടുള്ളതാണോ? ഈ രീതിയിൽ വിഭാഗീയതയും വർഗീയതയും ശത്രുതയും ഒക്കെ വെച്ച് പുലർത്തിയിട്ടാണ് പറയുന്നത്. മശായിഖന്മാരുടെ ആശീർവാദത്തിന്റെ സ്നേഹത്തിന്റെ വിളംബരം. ഉളുപ്പില്ല ചങ്ങായി, പാച്ചാ നോണയും പറഞ്ഞിട്ട് സമൂഹത്തെ പറ്റിക്കാൻ. ഇതേ തെറിയൂർ സഖാഫി തന്നെ ഇപ്പോ എടുത്ത് പുറത്തിറങ്ങിയതിനു ശേഷം ഒരു സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണ്. ആരെക്കുറിച്ച്? പഴയ അനുഭവം ഉണ്ടല്ലോ, പണ്ട് അതിലൊക്കെ ആയിരുന്നല്ലോ, അതിനെക്കുറിച്ച് പറയുന്ന ഒരു സംസാരമുണ്ട്. പണ്ടത്തെ ടൈഗർ ഫോഴ്സ് ഉണ്ടല്ലോ, ജമിയത്തുൽ ഇഹ്സാനി ഉണ്ടല്ലോ, അവരെന്തൊക്കെ സ്നേഹപ്രകടനമാണ് കേരളക്കരയിൽ നടത്തിയത്, എന്തൊക്കെ ഐക്യത്തിന്റെ ആഹ്വാനങ്ങളാണ് അവർ നടത്തിയത്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണ? എടോ, ഇത് ഇന്ത്യ രാജ്യ. ഇത് അവരവർ വിശ്വസിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കാനും വിശ്വസിക്കാനും ആ വിശ്വസിക്കുന്ന ആശയത്തെ പ്രചരിപ്പിക്കാനും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുവാദം തരുന്നുണ്ട്.
ആ അനുവാദപ്രകാരം കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ച് മതപ്രബോധനം നടത്തുന്ന പണ്ഡിതന്മാർക്ക് നേരെ സമസ്ത കുബൂരി പുരോഹിതന്മാർ നടത്തിയ വിളയാട്ടം, അക്രമങ്ങൾ, സ്റ്റേജുകൾ അടിച്ചു പൊളിക്കുക, ആ രീതിയിൽ എന്തൊക്കെ തോന്നിവാസങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു രംഗം നമുക്ക് കാണാം. മുന്നറിയിപ്പുകാര് വന്നിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനെതിരെ ശരിയായ നിലക്കുള്ള മറുപടി പറയാൻ ഏത് നിലക്കാണ് പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുക? ഇത് ശരിക്കും നമ്മുടെ മനസ്സിലാക്കണം. ആ ഒരു പ്രത്യേകമായ അവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. കണ്ടില്ലേ സഹോദരങ്ങൾ, മുസ്ലിയാക്കന്മാർ ഒരു കാലത്ത് മുജാഹിദിന്റെ സ്റ്റേജിലേക്ക് അക്രമങ്ങൾ അയച്ചിളക്കിയിട്ടുണ്ട്. പാവപ്പെട്ട അറിവില്ലാത്ത സാധാരണക്കാരെ മുജാഹിദുകൾക്കെതിരെ അക്രമങ്ങൾ അയച്ചുവിടാൻ ഇവർ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബേജാറ് വേണ്ട. ഇവർ കേരളക്കരയിൽ എന്തൊക്കെ സ്നേഹപ്രകടനമാണ് നടത്തിയതെന്ന് ഇതേ തെറിയൂരിൽ നിന്ന് നമുക്ക് കേൾക്കാം. നിങ്ങൾ ഈ കാന്തപുരത്തിന്റെ ഗുണ്ടായിസം, പണ്ടത്തെ ടൈഗർ ഫോഴ്സ്, ജമിയത്തുൽ ഇഹ്സാനിയ, ആൾക്കാരെ കൊല്ലല്, അമുസ്ലിമീങ്ങളെ വാഹനങ്ങൾ കട്ടുകൊണ്ടുവരല്, സിനിമാ ടാക്കീസിന് തീ കൊടുക്കല്, കള്ളിഷാപ്പ് കത്തിക്കല്, അങ്ങനൊക്കെ ഗുണ്ടായിസം നടത്തിയ ഒരു കാലങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്കാ തീവ്രവാദികൾ ഇവരൊക്കെ ആ കൂടാരത്തിലായിരുന്നു. ഇവരൊക്കെ ആ കൂടാരത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തെ കുറിച്ചാണ് ഇവൻ പറയുന്നത്. അന്ന് സലഫികൾക്ക് നേരെ ആക്രമണം നടത്തി. മാത്രവുമല്ല, മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റ് ഇതര മതസ്ഥർക്കിടയിൽ ഒരാൾ സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ എന്നൊക്കെ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, ഈ രീതിയിൽ ഗുണ്ടായിസം നടത്തിയ ടീം. ഇവനിപ്പോ പറഞ്ഞല്ലോ ജമിയത്തുൽ ഇഹ്സാനിയ, ടൈഗർ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ജമിയത്തുൽ ഇഹ്സാനിയ നടത്തിയ ക്രൂരത ആർക്ക് നേരെ? ഇതാ പത്രത്തിൽ വന്ന ഒരു വാർത്ത നമുക്ക് വായിക്കാം. 1999 മാർച്ച് 17 മാധ്യമത്തിൽ വന്ന വാർത്തയാണ്. 4 കൊലപാതകങ്ങൾക്ക് പിന്നിൽ ജമിയത്തുൽ ഇഹ്സാനിയ. 4 ആളുകളെ കൊന്നു. ഏത് 4 ആളുകളെ? ഏത് 4 ആളുകളെയാണ് ഇവർ കൊന്നത്? എന്താണ് അതിൽ പറയുന്നത്? 1992 ബാബരി മസ്ജിദ് വിവാദങ്ങൾക്കിടയിലാണ് തൃശൂർ കേന്ദ്രീകരിച്ച് ജമിയത്തുൽ ഇഹ്സാനിയ രൂപവൽക്കരിച്ചത്. ഇതര മുസ്ലിം പ്രസ്ഥാനങ്ങൾക്ക് തീവ്രത പോരാ എന്ന വിശ്വാസത്തിലാണ് പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിയത്. പടനാപ്പള്ളി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നടന്ന രാജീവ് വധം, തൃശൂർ മതിലകത്തെ സന്തോഷ് വധം, പാലക്കാട് കൊല്ലങ്കോട്ടെ മണിവധം, വളാഞ്ചേരി താമി വധം എന്നിവയാണ് ഇവർക്ക് പങ്കുള്ളതായി തെളിഞ്ഞത്. ആരൊക്കെയാ കൊന്നത് എന്ന് മനസ്സിലായില്ല. അമുസ്ലിങ്ങളെയാണ് കൊന്നു തള്ളിയത്. ഇപ്പോൾ ഭീകര തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർ ആരാണ്? ഞങ്ങളാണോ? സെലഫികളാണോ? ഇനി അത് മാധ്യമമല്ലേ, ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമല്ലേ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഇതാ മാതൃഭൂമിയിലും വന്നത് വലിയ വാർത്തയായി തന്നെ വന്നതാണ്. ഇതിലും ഇതേപോലെ കുറെ കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിലും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തോന്നിവാസങ്ങൾ, തമ്മാടിത്തരം, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ ഒക്കെ അയച്ചുവിട്ടിട്ട് സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ എന്നും മാഞ്ഞാളം പറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ മശായിഖുമായി ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ മനുഷ്യർക്കൊപ്പം നിൽക്കാൻ വഹാബിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ മശായിഖന്മാരുമായി ബന്ധമില്ലാത്തത് കൊണ്ട് മനുഷ്യർക്കൊപ്പം നിൽക്കാൻ കഴിയില്ല എന്ന്. മനുഷ്യന്മാരെ കൊന്നു തള്ളിയിട്ടാണ് ഈ പറയുന്നത്. ഇത്രമാത്രം തോന്നിവാസങ്ങളും തമ്മാടിത്തരങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ നടത്തിയിട്ട് ഉളുപ്പില്ലാതെ മറ്റുള്ളവർ പെരടിക്ക് കയറി അവരുടെ പേരിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കണമെങ്കിൽ ഇവന്റെ പഴയ ചങ്ങാതി തന്നെ പറഞ്ഞത് അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അതേ, അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ ഈ രീതിയിൽ പച്ച തോന്നിവാസം പറയാൻ. ഇനിയും നിരവധി കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. പ്രവാചകൻ സാധാരണ മനുഷ്യനാണ് എന്ന് മുജാഹിദുകൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കാര്യങ്ങൾ. ഞാൻ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്ന് പറയുന്ന ഇന്നിവന്റെ ശത്രുവാണെങ്കിലും അന്നിവന്റെ ഉസ്താദായിരുന്ന ഇവനൊക്കെ ആ കൂടാരത്തിൽ ഉള്ളപ്പോൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണെന്ന്. ഉമർ മൗലവി എഴുതി വെച്ച പുസ്തകം അവന്റെ കയ്യിലുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇവരുടെ ഉസ്താദായ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി തന്നെ പറയും. നമ്മളൊക്കെ കേട്ടതാണ്. എന്നാണ് അത് ഇറക്കുന്നത്? ആരാണ് എന്നറിയോ? ഉമർ മൗലവിയാണ്. ഉമർ മൗലവിയുടെ സെൽസബിയിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പറയുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും. വീഡിയോ ലെങ്ത് കൂടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനിയും നിരവധി പുസ്തകങ്ങൾ, നിരവധി ക്ലിപ്പുകൾ. ഇവരുടെ ഭ്രാന്തനായ ഷെയ്ഖ് ഉണ്ടല്ലോ, മജ്ദൂബായ ഷെയ്ഖ് ഉണ്ടല്ലോ, ആ ഷെയ്ഖിന്റെ ഒക്കെ ഒരുപാട് ക്ലിപ്പുകൾ ഇവരുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചത്, മഹത്വമായി പറഞ്ഞു വെച്ച പച്ച തോന്നിവാസം, പച്ച വർഗീയത, ഹോട്ടൽ കത്തിച്ച സംഭവം, അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നറിയോ? നിരവധി സംഭവങ്ങൾ ഉണ്ട്. ലെങ്ത് കൂടണ്ട എന്നത് കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനു മാത്രം തോന്നിവാസങ്ങൾ സ്റ്റേജിലൂടെ വിളിച്ചു
പറയുകയും പേജിലൂടെ എഴുതി വെക്കുകയും ജനങ്ങൾക്കിടയിൽ അക്രമങ്ങൾ അയച്ചുവിടുകയും ഒക്കെ ചെയ്തിട്ട് ഇവർ വലിയ സ്നേഹത്തിന്റെ ആളുകൾ, മാന്യന്മാർ. മറ്റുള്ളവരൊക്കെയോ അവരൊക്കെ ഭീകരവാദികൾ, ISIS-ന്റെ ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണെന്ന് പറഞ്ഞു. റസൂലുള്ളാഹിയുടെ സഹായാർത്ഥന നടത്താൻ പാടില്ലെന്ന് പറഞ്ഞു. അവരുടെ വാരിധീങ്ങളായ ഔലിയാക്കളെ ഹദറത്തിൽ പോകരുതെന്ന് പറഞ്ഞു. മമ്പുറം തങ്ങൾ കിടത്തിയിട്ടിരിക്കുന്ന വിഗ്രഹമാണെന്ന് പറഞ്ഞു. മടവൂർ ശൈഖുന മാനസിക രോഗിയാണെന്ന് പറഞ്ഞു. സ്നേഹത്തിന്റെ ശത്രുക്കളായ വഹാബികൾ. സ്നേഹത്തിന്റെ ശത്രുക്കളായ വഹാബികൾ എന്തൊക്കെയാ പറഞ്ഞത്? ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? മമ്പറം തങ്ങള് കിടത്തിയിട്ട വിഗ്രഹമാണെന്ന് പറഞ്ഞു. ജാറ വ്യവസായ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ഉദരപൂരണം നടത്തുന്ന കുബൂരി പുരോഹിതന്മാര് വിഗ്രഹങ്ങൾക്ക് സമാനമായി ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്യുമ്പോൾ അതിനെതിരെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കിടത്തി പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഇരുത്തി പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു സ്വാമി പറഞ്ഞതാണ്. ഒരേ കാര്യം തന്നെയല്ലേ അവരും ഇവരും ചെയ്യുന്നത്. അവരും ഇവരും ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് എന്താണ്? CM മടവൂര് പ്രാന്തനാണ് എന്ന് പറഞ്ഞു എന്ന്. എന്താണ് CM മടവൂര് പ്രാന്തനാണ് എന്ന് പറഞ്ഞത്? ഇവരല്ലേ പറഞ്ഞത് മജ്ദൂബായ ഷെയ്ഖ് എന്ന്? ഞങ്ങളാണോ പറഞ്ഞത്? മജ്ദൂബായ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാന്തൻ എന്നല്ലേ അതിനർത്ഥം. മജ്ദൂബായ ഷെയ്ഖ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ കേട്ടോ. ദാ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ വായിൽ നിന്ന് തന്നെ കേട്ടോ. CM എന്ന് പറഞ്ഞത് ഒരു മജ്ദൂബായ ഒലീജ, ഒരു മജ്ദൂബായ ഒലീജ. മൂപ്പര് ചിലപ്പോ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മനസ്സിലായല്ലോ? മജ്ദൂബായ ഷെയ്ഖാണ്. അവർ നിസ്കരിക്കുന്ന നമ്മൾ കാണൂല. നോമ്പിന് ഭക്ഷണം കഴിക്കുന്നത് ഈ പറയുന്ന മുസ്ലിയാർ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇതേ കാര്യം ഇവിടെ മജ്ദൂബ് നമ്മ പ്രാന്തൻ എന്ന് വിളിച്ചു എന്നല്ല പ്രശ്നം. മജ്ദൂബി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വേറൊരു ഇവരുടെ ഔലിയുണ്ട്. അതും പ്രാന്തനായിരുന്നു, അതും നിസ്കരിക്കാറില്ല. അതിനെക്കുറിച്ച് പച്ച മലയാളത്തിൽ ഒരു മുസ്ലിയാർ പറഞ്ഞു. ഭ്രാന്തനായി നടക്കുന്ന ആളാണ്. ചിലപ്പോ നിസ്കാരവും കാണാറില്ല. ഔക്കോയ മുസ്ലിയാര് മമ്പറം തങ്ങളെ മുരി തന്നെയാണല്ലോ. മൂപ്പരൊക്കെ പറഞ്ഞു നിങ്ങൾ എന്താ നിസ്കരിച്ചാത്തത്? ആൾക്കാരൊക്കെ ആകെ സ്വീപ്പായിട്ട് ആൾക്കാരൊക്കെ ഇത് ചർച്ചാ വിഷയാക്കുന്നുണ്ട്. നിങ്ങൾ നിസ്കരിച്ചാണ്. യാവും തങ്ങൾ നിസ്കരിച്ചതാണ് നമ്മൾ സാധാരണ പറഞ്ഞ വാക്ക്. ഔക്കോയാക്കും വേണ്ടി അല്ലാഹു അക്ബർ. ഇതാരെ കുറിച്ച്? യാഹൂ തങ്ങളെ കുറിച്ച്. എന്താ പറഞ്ഞത്? മജ്ദൂബായ ഷെയ്ഖായിരുന്നു, പ്രാന്തനായിരുന്നു എന്ന്. നിസ്കരിക്കാറില്ല. തന്നെയാണല്ലോ ചിത്തനിമീത്തിൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചും പറഞ്ഞത്. നിസ്കരിക്കാറില്ല, നോമ്പ് നോക്കാറില്ല. നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത് നോമ്പിന് ഭക്ഷണം കഴിക്കുന്നത്. നേരത്താണല്ലോ ചെറുശ്ശേരി പറഞ്ഞത്. പുത്തനത്താണിയിലെ അനീഫ മുസ്ലിയാർ എന്താണ് ഇവിടെ പറഞ്ഞത്? യാഹൂ തങ്ങൾ പ്രാന്തനായിരുന്നു, മജ്ദൂബായിരുന്നു, നിസ്കരിക്കാറില്ല. നിങ്ങൾ ഈ വലിയ ഔലിയ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഇങ്ങനെ തന്നെയാണ്. നിസ്കരിക്കാത്ത, നോമ്പ് നോക്കാത്ത പ്രാന്തനായ ആളുകളൊക്കെ ഔലിയാക്കളായി പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുമ്പോൾ നാം ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങൾ. അന്ധമായി തലയിൽ കെട്ടിട്ട മൊല്ലാക്കന്മാരുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. അവർ മതം വിറ്റ് ജീവിക്കുന്ന ഒരു പ്രത്യേക വർഗമാണ്. കുർവാ സംഘം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സംഘമാണ്. എന്ത് കള്ളത്തരവും എന്ത് തോന്നിവാസവും ആരുടെ പേരിലും പറയാൻ ഒരു മടിയുമില്ലാത്ത ആളുകളാണ്. സത്യവും അസത്യവും കൂട്ടിക്കലർത്തി പാവപ്പെട്ടവനെ പലതും പറഞ്ഞ് പറ്റിക്കുന്ന വർഗമാണ്. ഇവരെ കുറിച്ചാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ആഖിർ സമാൻ ചില ദജ്ജാലുകൾ വരും, അവർ ജനങ്ങളെ കബളിപ്പിക്കും. ഇത്തരം തോന്നിവാസം ചെയ്യുന്ന ആളുകളെ കുറിച്ച് അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ ആ ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. തെറിയൂർ സഖാഫിയിൽ നിന്ന് നമുക്ക് കേൾക്കാം അത്. കബളിപ്പിക്കുന്നവൻ, വിശ്വാസികളെ കബളിപ്പിക്കുന്ന വ്യാജനാണിവൻ, കള്ള ശരീഅത്തുവാദിയാണിവൻ. ഇവൻ കപടനാണ്, ഇവൻ കള്ളനാണ്, ഇവൻ വഞ്ചകനാണ്. പറയുന്നത് ഞാനല്ല, മുത്ത് റസൂല് പറയുകയാ ദജ്ജാലൂന കദ്ദാബൂൻ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആഖിർ സമാനിൽ ചില ദജ്ജാലുകൾ വരും, അവർ ജനങ്ങളെ കബളിപ്പിക്കും, പലതും പറഞ്ഞ് കബളിപ്പിക്കും, സത്യവും അസത്യവും കൂട്ടിക്കലർത്തി സംസാരിക്കും. ആ രീതിയിലുള്ള ഏർപ്പാടാണ് ഇവിടെ ഈ തെറിയൂർ സഖാഫി നടത്തിയത്, പല മുസ്ലിയാക്കന്മാരും നടത്തുന്നത്. ഇവനെ കുറിച്ച് ഇവൻ തന്നെ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബേജാറാകണ്ട. ഇവനെക്കാളും ലക്ഷണം കെട്ടവൻ, ഇവനെക്കാളും നശിച്ച നാവിന്റെ ഉടമ ഈ ഉലകത്തിൽ മറ്റാരുണ്ട്? അല്ലാഹു ആ ദജ്ജാലിന്റെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിന് കാവല് നൽകട്ടെ. അള്ളാഹു ഇത്തരം ദജ്ജാലുകളുടെ ശർറിൽ നിന്നും ഈ ഉമ്മത്തിന് കാവൽ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്തരം മുസ്ലിയാക്കന്മാരുടെ ഫിത്നയിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.